പക അത് വീട്ടാനുള്ളതാണ്. പണ്ടത്തെ ഒരു കണക്ക് ഞാൻ ഇന്ന് സെറ്റിൽ ചെയ്തു. ഇത് കുഞ്ചൻ, എൻ്റെ ചേച്ചിയുടെ മോൻ. ഇവനോട് കൈനീട്ടമൊക്കെ കിട്ടിയെന്ന് ചോദിച്ചപ്പോൾ 2 പൈസ കിട്ടിയെന്നും പറഞ്ഞ് പോക്കറ്റിൽ നിന്ന് 2 നോട്ടെടുത്ത് വീശി. ആ 2 പൈസ എന്ന പ്രയോഗം കേട്ടപ്പോൾ തന്നെ ഇവൻ്റെ യൂണിവേഴ്സിൽ ഇപ്പോഴും ഇത് 600 രൂപയല്ല, വെറും 2 നോട്ടുകൾ മാത്രമാണെന്ന് മനസ്സിലായി. അവിടെ വലുപ്പത്തിലല്ല, എണ്ണത്തിലാണ് കാര്യം. സോ എൻ്റെ ബിസിനസ് ബ്രെയിൻ ആക്റ്റീവായി. അതിലുപരി വർഷങ്ങൾ പഴക്കമുള്ളൊരു റിവഞ്ചും ആക്റ്റീവായി. നിനക്ക് വെറും 2 പൈസയാണ് കിട്ടിയുള്ളൂ, എനിക്ക് 5 എണ്ണം കിട്ടിയെന്ന് പറഞ്ഞ് ഞാൻ 5-10 രൂപ നോട്ടുകൾ അവൻ്റെ മുമ്പിലേക്ക് ഇട്ടു. പിന്നെ ഒരു നല്ല ഓഫറും കൊടുത്തു. ഒരു സെക്കൻഡ് തോട്ടുമില്ലാണ്ട് അവൻ ഈ ഓഫർ സ്വീകരിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. അങ്ങനെ തന്നെ നടന്നു. പിന്നെ അങ്ങോട്ട് അവന് ലോകം കീഴടക്കിയ സന്തോഷമായിരുന്നു. ഇപ്പോൾ ഇവൻ ചിന്തിക്കുന്നത് ഇവൻ്റെ മാവൻ ഇത്ര പൊട്ടനാണെന്നായിരിക്കും. അല്ലെങ്കിൽ ഒരു പക്ഷേ എൻ്റെ ഹൃദയവിശാലതയെക്കുറിച്ച് ഓർത്ത് ധൃതങ്ക പുളകിതനാവുമായിരിക്കും. ചിലപ്പോൾ എന്നെ മാവനായി കിട്ടിയതിന് ദൈവത്തോട് നന്ദി പറയുമായിരിക്കും. ആർക്കറിയാം. എന്തായാലും ഞങ്ങൾ 2 പേരും ഹാപ്പിയാണ്. ഇനി ഫ്ലാഷ് ബാക്ക്. പ്രതികാരം എന്താണെന്ന് വെച്ചാൽ, പണ്ട് 2008 ഏപ്രിൽ 14 ഉച്ചയ്ക്ക് ഈ ഇരിക്കുന്ന ഇവൻ്റെ അമ്മ എനിക്ക് കൈനീട്ടം കിട്ടിയ 100 രൂപ നോട്ട് വാങ്ങിയിട്ട് 50 പൈസയുടെ 4 കോയിൻ തന്നു. 450 200 ആണെന്നും 200 100-നേക്കാൾ വലുതാണെന്നും മാത്രം അറിയാവുന്ന ഞാൻ ഇവൻ്റെ ഇന്നത്തെ അതേ സന്തോഷത്തോടെ അന്ന് ആ ഡീലിന് കൈ കൊടുത്തു. പിന്നീട് പഠിച്ച് വലിയ ആളായപ്പോഴാണ് ഞാൻ സത്യം തിരിച്ചറിഞ്ഞത്.